നെയ്യാറ്റിൻകര സംഭവിച്ച ഒരു സമാധി അത്യപൂർവമായിട്ട് സംഭവിക്കാറുള്ള കാര്യമാണ് സമാധി. വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യവുമാണ് സമാധിയാവുക എന്നുള്ളത്. ഹിന്ദു സമ്പ്രദായത്തിൽ വിശ്വാസമുള്ളവർക്ക് അറിയാം എന്താണ് സമാധി, എങ്ങനെയാണ് സമാധിസ്ഥനാവുന്നത്, ഇതെല്ലാം. അതുകൊണ്ട് ഹിന്ദു സന്യാസിമാരിൽ പോലും അപൂർവം പേരാണ് സമാധിയാവുന്നത്. ഇരുന്ന് യോഗ ഇതിൽ ബ്രഹ്മത്തിലേക്ക് അങ്ങ് ലയിക്കുന്ന ഏർപ്പാട്. എന്തുവായിക്കോട്ടെ, സമാധിക്ക് പലവിധ ഡെഫിനിഷൻസ് ഉണ്ട്, എങ്ങനെ സമാധിയാവാമെന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഹിന്ദു വിശ്വാസങ്ങളിൽ ഒരുപാട് വൈവിധ്യങ്ങളുമുണ്ടല്ലോ. അതുകൊണ്ട് ഒരു മനുഷ്യന് സ്വന്തം മരണം തീരുമാനിക്കാനും ഹിന്ദു സമ്പ്രദായം അനുസരിച്ച് പ്രൊവിഷനുണ്ട്. പ്രായോപവേശം ജൈനന്മാരുടെ ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായത്തിൽ മരിച്ച വിഖ്യാതനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സാവർക്കർ. അത് പട്ടിണി കിടന്ന് മരിക്കലാണ്. 26 ദിവസവും മറ്റോ പട്ടിണി കിടന്നാണ് സാവർക്കർ മരിക്കുന്നത്. 21 26 എനിവേ പ്രോസസ്സ് ഇതായിരുന്നു. നെയ്യാറ്റിൻകരയിലെ സംഭവത്തിൽ അത് കൊലപാതകമാണ്, ദുരൂഹത. കേരളത്തിന് ഇഷ്ടമുള്ള 2-3 വാക്കുകളാണ്: ഗൂഢാലോചന, ദുരൂഹത എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തുമായിക്കോട്ടെ, ഞാൻ ടി വിയിൽ ഇത് കാണുമ്പോൾ ആ ഒരു വയസ്സായ സ്ത്രീ, അവർ കരയുന്നു, നിലവിളിക്കുന്നു, പോലീസുകാർ ചുറ്റും നിൽക്കുന്നു, അവരെ ഇപ്പം പിടിച്ചു മാറ്റുമെന്നുള്ള രീതിയിൽ ഒടുവിൽ പിടിച്ചുണയിപ്പിക്കുന്നു. അല്പം ബലം പ്രയോഗിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ജില്ലാ കളക്ടർക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ജില്ലാ കളക്ടർ, അവരും ഒരു സ്ത്രീയാണല്ലോ, ജില്ലാ കളക്ടർക്ക് ഇവരോടൊന്ന് സംസാരിച്ചാൽ എന്താ? അമ്മ, ഞാൻ പറയുന്നു, ഒന്ന് കേൾക്ക് സമാധാനമായിട്ട് എന്ന് പറഞ്ഞ്. അവരുടെ ഭർത്താവല്ലേ മരിച്ചിരിക്കുന്നത്, അതേ ചൊല്ലിയാണല്ലോ ഈ വിവാദം മുഴുവൻ. അവർക്ക് 2 മക്കളുമുണ്ട്, മുതിർന്നവരാണ്, ബോധമുള്ളവരാണ്. ഇവരോട് സംസാരിക്കുക, ഈ അമ്മയോട് സംസാരിക്കുക, ഇതൊരു പ്രാഥമികമായ കാര്യമാണ്. അത് ചെയ്യാതെ അവിടെ പോലീസിനെ അയച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു ദുഷ്ടലാക്കാണ് എനിക്ക് അതിൻ്റെ ദുരൂഹതയാണ് എനിക്ക് മനസ്സിലാവാത്തത്. മരണത്തിൻ്റെ ദുരൂഹത രണ്ടാമതേ വരുന്നുള്ളൂ. എന്തുകൊണ്ടിത് ചെയ്തു? അവരെ അറിയിച്ചില്ല. ഇപ്പോഴത്തെ പ്രയോഗം പറഞ്ഞാൽ അവരെ കേട്ടില്ല. ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജമ ചെയ്താണ് ഈ പറയുന്നത്. ഐ വാസ് നോട്ട് ഹേർഡ് എന്ന് കോടതിയിൽ പറയും. അവരെ കേട്ടില്ല. ഇപ്പം ചെവിയോർത്തിരുന്നിട്ട് കേൾക്കാതെ പോയതൊന്നുമല്ല. അവരോട് സംസാരിച്ചില്ല, അവരെ കൺവിൻസ് ചെയ്യില്ല, അവർക്ക് ബോധ്യം വന്നില്ല. അതുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്തത്. ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ ആ മരിച്ചു കഴിഞ്ഞ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയും എല്ലാം അവർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അതും സമാധി എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും സമാധിയെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ടാവാം. ഒരു മനുഷ്യന് അയാളുടെ മരണം തീരുമാനിക്കാൻ അവകാശമുണ്ട്, അത് മനസ്സിലാക്കുക. അതാരും അറിഞ്ഞില്ല, ആരെയും ചെണ്ട കൊട്ടി അറിയിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞവർക്ക് വരാം. ഇതൊക്കെ പകൽ സമയത്ത് നടന്നതാണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചെറുതാണെങ്കിലും 4 ചുമര് കെട്ടി അതിൻ്റെ സിമൻറ്റ് സെറ്റായി കഴിഞ്ഞാലല്ലേ അതിന് പുറത്തൊരു സ്ലാബ് വയ്ക്കാൻ പറ്റുള്ളൂ. ആ സ്ലാബ് വാർക്കുമ്പോൾ ഇതെല്ലാം കണ്ടാൽ നമുക്ക് വിഷ്വൽസിൽ അറിയാം, അത് ബ്രാൻഡ് ന്യൂ ആണ്. ആ സിമെൻറ്റിൻ്റെ കളർ അതുപോലെ നിൽപ്പുണ്ട്. ഒരു സ്ലാബ് വാർത്ത് അത് ഉണങ്ങി വരാൻ എത്ര നേരമെടുക്കും? ഇതെല്ലാം പകൽ സമയത്ത് നടന്നതല്ലേ. അപ്പോഴെവിടെ പോയിരുന്നു ഈ പറയുന്ന മഹാന്മാരൊക്കെ? ഇതവർ ചെയ്തു. എന്നെ അറിയിച്ചില്ല. നാട്ടിലെ മരണം മുഴുവൻ TG മോഹൻദാസിനെ അറിയിച്ചോളണമെന്നാണോ? എൻ്റെ അയൽവക്കത്ത് എത്രയോ പേര് മരിക്കാറുണ്ട്. അവിടെ ആൾ കൂടി നിൽക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. മരണം ആരും ക്ഷണിച്ച് വരുത്തിയല്ല നമ്മൾ അറ്റൻഡ് ചെയ്യാറുള്ളത്. പറഞ്ഞു കേട്ട് അറിഞ്ഞിട്ട് അറിഞ്ഞില്ലേ നമ്മുടെ മൂപ്പര്, അത് ശരി, എന്നാൽ ഒന്ന് പോകണമല്ലോ, ഇങ്ങനെയാണ് നമ്മൾ പോകാറുള്ളത്. അല്ലാതെ ഞാൻ ചാവാൻ പോവുകയാണ്, ഇത്രാം തീയതിയാണ്, നിങ്ങൾ ബന്ധുമിത്രാദികളടക്കം വരണമെന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ അടിക്കാറുണ്ടോ ആരെങ്കിലും? എൻ്റെ അച്ഛനെ അടക്കം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ അടിക്കാറുണ്ടോ? ആ പരിപാടിയില്ല. ആ വീട്ടുകാർ ആരെയും ആ പരിസരത്ത് വരാൻ സമ്മതിക്കാറില്ല. എന്ത് ചെയ്ത് അവർ വലിയ മതിലും ഗേറ്റും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. ഞാൻ TV-യിൽ കണ്ടു, ഗ്രാമപ്രദേശത്തെ ഒരു സാധാരണ പറമ്പ്, 4 വശത്തും ആൾക്കാർ നടന്നു വരുന്നുണ്ട്. പോലീസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇതുപോലെ ഈ മരണസമയത്ത് വരാമായിരുന്നല്ലോ.
എൻ്റെയും അച്ഛൻ മരിച്ചതാണ്, ഞാൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചല്ല ആളെ കൂട്ടിയത്, അറിഞ്ഞു മറ്റേയാളുടെ ഫോൺ ഇയാളെ അറിയിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. വരേണ്ടവർക്ക് വരാൻ ചിലർ വന്നില്ല അതിൻ്റെ സമയമാകുമ്പോൾ എടുത്ത് ദഹിപ്പിക്കും, അല്ലെങ്കിൽ കുഴിച്ചിടും. ഇവിടെ മനുഷ്യന് മനസ്സമാധാനമായിട്ട് മരിക്കാൻ ഈ നാട്ടിലെ അവകാശമില്ലേ? അതിൽ ദുരൂഹത, അത് പൊളിക്ക്. ശരി, ദുരൂഹതയുണ്ടെന്ന് വെച്ച് ഞാൻ സമ്മതിക്കുകയും, നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് തർക്കിക്കരുതല്ല. അവരുടെ ഭാഗത്തും ഈ പരാതി കൊടുത്ത ആളിൻ്റെ പേര് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല കേട്ടോ. പരാതി കൊടുത്ത ആളിൻ്റെ പേര് ഇതുവരെ ഒരു TV ചാനലിലോ പത്രത്തിലോ അച്ചടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അയാൾ അജ്ഞാതനായിട്ട് തുടരുന്നു. ബന്ധുമിത്രാദികൾ, നിങ്ങൾ ഒരു TV ചാനലുകാരൻ വന്ന് ആ വടി നിങ്ങളുടെ മുമ്പിൽ നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ എന്ത് പറയുന്നു നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഈ അമ്മയെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഒരു മാന്യൻ വിളിക്കുന്നു, അരുൺകുമാറാണ് വിളിക്കുന്നത്. ഈ അമ്മ അയാളെ അഭിസംബോധന ചെയ്യുന്നത് മാഡം എന്നാണ്. അരുൺകുമാർ ആണോ പെണ്ണോ എന്ന് പോലും ഈ അമ്മയ്ക്ക് തിരിച്ചറിഞ്ഞുകൂടാ. ഇതാണ് TV കാരുടെ റീച്ച്, മനസ്സിലായോ? ഗ്രാമപ്രദേശത്തേക്കുള്ളൊരു പാവം സ്ത്രീക്ക് ഈ സംസാരിക്കുന്നത് ആണോ പെണ്ണോ എന്ന് അറിഞ്ഞുകൂടാ. അവർ മാഡം എന്ന് വിളിച്ചുകൊണ്ടാണ് അരുൺകുമാറിനോട് സംസാരിക്കുന്നത്. അവർക്ക് അപ്പോൾ TV കാരൻ ചോദിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ മറുപടി പറയും. എന്നെയും നിങ്ങളെയും കൊണ്ട് എന്ത് നോൺസെൻസും പറയിപ്പിക്കാൻ TV കാർ വിചാരിച്ചാൽ സാധിക്കും. അതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നമ്മൾ പരിഭ്രമിച്ച് നിൽക്കുന്നു, അപ്പോൾ നമ്മളോട് നമ്മളെന്തെങ്കിലും ഉത്തരം പറയും. ഇതിനെയാണ് ദുരൂഹത എന്ന് പറഞ്ഞ് പൊലിപ്പിക്കുന്നത്. അയാളുടെ ഉത്തരവും ഇയാളുടെ ഉത്തരവും മാച്ചാകുന്നില്ല. ഒരിക്കലും ആവില്ല. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുകയാണ്, എൻ്റെ അച്ഛൻ മരിച്ച കൃത്യസമയത്തെ ചൊല്ലി ഇപ്പോഴും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 സഹോദരിമാരും തമ്മിൽ തർക്കമുണ്ട്. 6:45 എന്ന് പറയും, 7 എന്ന് പറയും. അല്ലെന്ന് ഞാൻ കുളിമുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴല്ലേ എന്ന് പറയും. ഇത് ഒരു സാധാരണ വീട്ടിൽ നടക്കുന്നതാണ്. കൃത്യസമയം പലപ്പോഴും ആർക്കും ഓർമ്മയില്ലാതെ ആ സമയത്ത് നമ്മൾ നെർവസ് ആയിരിക്കും. പലരും പല രീതിയിൽ രജിസ്റ്റർ ചെയ്യും. ഒരാൾ സത്യം ചെയ്യും, ഞാൻ ആ സമയത്ത് കൃത്യം ഞാൻ ക്ലോക്കിൽ നോക്കി, എനിക്ക് നല്ല ഓർമ്മയുണ്ട് 6:50 ഇങ്ങനെയൊക്കെ പറഞ്ഞ് തർക്കിക്കും. എനിവേ സംവെയർ ബിറ്റ്വീൻ 6:45 and 7. ഇതാണ് കാര്യം. ഇനി അടുത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഈ നാട്ടിൽ നിയമമില്ലേ? നിയമമൊക്കെ ഉണ്ട്. മരിക്കാൻ പാടില്ല എന്നൊരു നിയമമില്ല. മരണം അറിയിച്ചു കൊള്ളണം എന്നൊരു നിയമമില്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ, അങ്ങനൊരു നിയമം ഇല്ല. ആരെങ്കിലും അങ്ങനൊരു നിയമം ഉണ്ടെങ്കിൽ കാണിച്ചതാണ്. മരണം രജിസ്റ്റർ ചെയ്യണം എന്നൊരു ചട്ടമുണ്ട്. ജനന മരണ രജിസ്ട്രേഷൻ പഞ്ചായത്തിൽ ജനനം 15 ദിവസത്തിനുള്ളിലും മരണം 30 ദിവസത്തിനുള്ളിലും, അല്ലെങ്കിൽ നേരെ തിരിച്ച് എന്ത് വാങ്ങിക്കോട്ടെ ഇന്ന സമയത്തിനുള്ളിൽ അവിടെ അറിയിച്ച് രജിസ്റ്റർ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ടോ? ഇല്ല, ശിക്ഷയില്ല. അതിന് കോൺസിക്വൻസസ് ഉണ്ടാകും, ഭവിഷ്യത്തുണ്ടാകും. ഒരാൾ മരിച്ചു, അയാളുടെ സ്വത്ത് മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ആയിട്ട് വീതിക്കണം. അതിൽ തർക്കമുണ്ടാകും. ഇവർ സ്വയം വീതിച്ചെടുക്കാൻ പറ്റില്ല, കാരണം ഇത് രജിസ്റ്റർ ചെയ്യണ്ടേ. രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ മൂപ്പരുടെയാണ് ഈ സ്വത്ത് എന്ന് വരണം, ഈ മൂപ്പര് മരിച്ചു എന്ന് വരണം. അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ഇവിടെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഈ ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വന്നിട്ട് എത്ര വർഷമായി? ഈ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ മാൻഡേറ്ററി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയൊന്നുമില്ല, കോൺസിക്വൻസസേ ഉള്ളൂ. നിങ്ങളൊരു വീട് വെച്ചു, അതിന് കോർപ്പറേഷന് പഞ്ചായത്തിന് നമ്പർ ഇട്ടില്ല, എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. പക്ഷേ നിങ്ങൾ ഇലക്ട്രിക് കണക്ഷൻ എടുക്കാൻ KSEBയിൽ പോകുമ്പോൾ അവർ വീട്ടു നമ്പർ ചോദിക്കും. നമ്പറില്ലാതെ കണക്ഷൻ തരാൻ പറ്റില്ല എന്ന് പറയും. വാട്ടർ അതോറിറ്റിയിൽ പോയി എനിക്ക് വെള്ളം കണക്ഷൻ വേണമെന്ന് പറയുമ്പോൾ വീട്ടു നമ്പർ വേണമെന്ന് പറയും. ഇതിനെയാണ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വീട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കുറ്റമൊന്നുമില്ല. പഞ്ചായത്തുകാരെ കുറച്ച് നാൾ കഴിയുമ്പോൾ വന്നിട്ട് പറയും, അല്ല ഇതിന് നമ്പറും ഇല്ല, ഒന്നുമില്ല, കരവും അടയ്ക്കുന്നില്ല, ചേട്ടനങ്ങ് സൂഹിക്കുകയാണല്ലോ, അത് പറ്റില്ല. പ്രശ്നമായി. അനധികൃത നിർമ്മാണം. എൻ്റെ സ്ഥലത്ത് ഞാൻ വെച്ച വീട് അനധികൃതമാകുന്നു, കാരണം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ അതുകൊണ്ട് പൊളിച്ചുകള എന്ന് പറയുമോ? പറയില്ല. രജിസ്റ്റർ ചെയ്യുമെന്ന് പറയും. അതിന് പിഴയോ എന്തെങ്കിലും എത്രയെന്ന് വെച്ചാൽ താമസിച്ചതിനുള്ള ഫീസോ എന്തെങ്കിലും ഉണ്ടാകും. ദിസ് ഈസ് കോൾഡ് രജിസ്ട്രേഷൻ. ഇതിൻ്റെ പേരിൽ നിയമം കാണിച്ച് ആരെയും പേടിപ്പിക്കരുത്. അങ്ങനൊരു നിയമമില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര സാക്ഷികൾ വേണം എന്നൊരു നിയമം ഇല്ല.
ഞാനിതിൽ വികാരം കൊള്ളുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ആരെയും അറിയിക്കാതെ, അതെ, ആരെയും അറിയിക്കാതെ മരിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അവകാശമുണ്ടെന്ന്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര പേരെ അറിയിക്കണം നിയമമുണ്ടോ? ഇല്ല. എത്ര പേരെ അറിയിക്കണം പറ? 10 പേരെ, 12 പേരെ? ഉത്തർപ്രദേശിൽ നിന്ന് ഒരുത്തം വരികയാണ്, ഒരു കല്ലറ പൊളിക്കണം, എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? തന്നെ എന്തിനാണ് അറിയിക്കേണ്ടതെന്ന് ചോദിക്കില്ലേ? ഇതുപോലെയാണ് ബാക്കിയുള്ളവരുടെ കാര്യത്തിലും. ഞങ്ങളാരും അറിഞ്ഞില്ല, നിങ്ങളറിയാൻ നിങ്ങളുടെ പട്ടാപ്പകൽ ഈ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരുന്ന് ചെണ്ട കൊട്ടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ചെയ്യണോ? എത്ര പേരെ വിളിച്ച് ചെയ്യിക്കണം? ഇതിന് പിന്നിലുള്ള ദുരൂഹതകൾ വേണം അന്വേഷിക്കാൻ. ആരാണ് ഈ മനുഷ്യർ ഇല്ലാത്ത സ്ഥലത്തൊരു ദുരൂഹത ഉണ്ടാക്കി അവിടെ ഒരു സമാധി പാടില്ല എന്ന് ഏതെങ്കിലും ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ മനോരമ ചാനലിൽ കണ്ണുകൊണ്ട് കണ്ടു, ഹിന്ദുക്കൾ നാം ഒന്നാണേ എന്ന് പറഞ്ഞിട്ട് 10-15 പേര് മുദ്രാവാക്യം വിളിക്കുന്നു. അവർ മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ അവിടെ വന്ന് സബ് കളക്ടറോ തഹസിൽദാരോ എനിക്കറിയില്ല, ഒരു ചെറുപ്പക്കാരൻ, അല്പം താടിയൊക്കെയുള്ള ചെറുപ്പക്കാരൻ, ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനോട് പറയുന്നു, സാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, ഇതൊരു വർഗീയ പ്രശ്നമായിട്ട് മാറും എന്ന്. ഹൂ ഈസ് ദാറ്റ് അതർ പാർട്ടി? ഒരു പാർട്ടി എനിക്ക് മനസ്സിലായി, ഹിന്ദുക്കളാണ്. മറ്റേ പാർട്ടി ആരാണ്? പറയും. ഇത് പറയാതെ ചാനലിലിട്ടും യൂട്യൂബിലിട്ടും ഇതിങ്ങനെ വാരിക്കോരി കളിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഞാനിപ്പോഴും പറയുന്നു, ഇതുപോലത്തെ കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടത് ഹൈക്കോടതിയാണ്. റെസിഡ്യൂവൽ പവേഴ്സ്, മറ്റെങ്ങും പറയാത്ത അധികാരങ്ങൾ, ഇതാർക്കാണുള്ളത്? ഇത് ഹൈക്കോടതിക്കാണുള്ളത്. റെസിഡ്യൂവൽ പവേഴ്സ് എന്ന് പറയും അതിന്. ഒന്നും സ്പെസിഫൈ ചെയ്ത് കാണില്ല. ഇതൊക്കെ അപൂർവമായ സംഭവങ്ങളാണല്ലോ. സമാധി, അത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ള തർക്കം ഒരാൾക്ക്, ഇതുപോലത്തെ തർക്കങ്ങൾ അപൂർവമാണ്. ഇതിൽ കളക്ടർ ഇടപെടുന്നതിന് മുമ്പ് വിവേകപൂർവ്വം കളക്ടർ എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഒരാൾ പരാതി തരുന്നു, അയാൾക്ക് പരാതി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൽ ദുരൂഹതയുണ്ടെന്ന് നിങ്ങൾ വെറുതെ കൊണ്ടുപോയി പരാതി കൊടുക്കുമോ? ഞാൻ താമസിക്കുന്നതിൻ്റെ 4 പാടും എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. വയസ്സായവർ മരിച്ചിട്ടുണ്ട്, ചെറുപ്പക്കാർ മരിച്ചിട്ടുണ്ട്, ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എനിക്ക് വെറുതെ ഞാനൊരു കടലാസ് എഴുതിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ, ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, ഇയാളുടെ കല്ലറ പൊളിക്കണം എന്ന്. ഞാൻ ക്രിസ്ത്യൻ ഡൊമിനേറ്റഡ് ഏരിയയിൽ താമസിക്കുന്ന ആളാണ്. അവരൊക്കെ ശവം മറവ് ചെയ്യുന്ന ആൾക്കാരാണ്. പൊളിപ്പിക്കുക കല്ലറ. ഞാൻ അയൽവക്കത്തുകാരനാണ്. ദുരൂഹത, എന്നെ അറിയിച്ചില്ല, ഞാൻ കണ്ടില്ല. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. ശരി, ഒരു 15 പേര് അല്ലെ 20 പേര് 100 പേര് കണ്ടു എന്ന് വെച്ചോ, അപ്പോഴും എനിക്കൊരു പരാതി കൊടുക്കാമില്ലേ? ഇതിൽ ദുരൂഹതയുണ്ട്, ഈ 100 പേരും കൂടെ ചേർന്നാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്ന് പറയരുതോ? പറയാം. അപ്പോൾ കല്ലറ തുറക്കണോ? നിങ്ങളുടെ ലോജിക്ക്, ഇപ്പോൾ ഈ ടി വിക്കാരൊക്കെ ബഹളം വയ്ക്കുന്ന ലോജിക്ക് കണ്ടു കഴിഞ്ഞാൽ തുറക്കേണ്ടി വരും. കേരളത്തിലെ ഓരോ കല്ലറയും തുറക്കേണ്ടി വരും. എനിബഡി ക്യാൻ മേക്ക് എനി വൈൽഡ് അലിഗേഷൻ. 100 പേര് സാക്ഷി ഉണ്ടെങ്കിൽ കൊലപാതകം അല്ലാതെ ആകുമോ? ഇല്ലല്ലോ. ആ ന്യായം പറഞ്ഞിട്ട് കല്ലറ തുറപ്പിക്കുക. ഞാൻ ഡോണ്ട് ഗോ ടു ദ എക്സ്ട്രീം. ഞാനിപ്പോഴും ആവശ്യപ്പെടുന്നത് കോൾ ദം, ആ അമ്മയെയും മക്കളെയും വിളിക്കുക. ജില്ലാ കളക്ടർക്ക് സംശയമുണ്ടെങ്കിൽ ഈ ദാദാ ഇന്നതൊക്കെയാണ് എൻ്റെ സംശയം, വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ഡൺ? ഇതവരെ ബോധ്യപ്പെടുത്തണ്ടേ? സമാധി ആദ്യമായിട്ടാണോ? നാരായണഗുരു സമാധിയായതാണ്. നാരായണഗുരുവിനൊക്കെ വിടുന്നു. നമ്മളുടെ കോട്ടയ്ക്കര ആര്യവേദശാലയുടെ PK വാര്യർ, ഞാൻ പേരെടുത്ത് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ശങ്കുണ്ണി വാര്യർ. ശങ്കുണ്ണി വാര്യർ ഒരു ദിവസം രാവിലെ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു. എന്നിട്ട് കൂടെയുള്ള ആളിനോട് പറഞ്ഞു, ഒരു ഇല വെട്ടിക്കൊണ്ടുപോവാ, വാഴയില. അപ്പോൾ അയാൾ പറഞ്ഞു, തൂശനല്ല, ഫുൾ വാഴയില. വെട്ടിക്കൊണ്ടുവന്നു. ശങ്കുണ്ണി വാര്യർ പറഞ്ഞു, ഇവിടെ ആ വാഴയില താഴെ വിരിക്കുമെന്ന് പറഞ്ഞു. വിരിച്ചു. ശങ്കുണ്ണി വാര്യർ അതിൽ കയറി കടന്നു, മരിച്ചു. ദിസ് വാസ് ശങ്കുണ്ണി വാര്യർ, കോട്ടയ്ക്കലിൻ്റെ. ഇതൊക്കെ ഹിന്ദു പാരമ്പര്യത്തിലുള്ളതാണ്. മരണം മുൻകൂട്ടി അറിയാൻ കഴിവുള്ള ആളുകൾ പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് നിയമവിരുദ്ധമാണ്, അത് അത്ഭുതമാണ്, എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടത് കള്ളമാണ്. വാട്ട് എ നോൺസെൻസ്. നിങ്ങൾക്ക് ഹിന്ദു സമ്പ്രദായമേ അറിയില്ല എന്ന് ഞാൻ പറയും. പി കൃഷ്ണപിള്ളയാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പി കൃഷ്ണപിള്ളയുടെ ലേറ്റസ്റ്റ് ജീവചരിത്രമുണ്ട്. പി കൃഷ്ണപിള്ളയുടെ മരണത്തിൻ്റെ കാരണങ്ങൾ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റിമറിച്ചിട്ടുണ്ട്. ഏതായാലും ഏറ്റവും അവസാനം ഇറങ്ങിയ പി കൃഷ്ണപിള്ള എന്ന പുസ്തകത്തിൽ
ഡോക്ടർ ചന്തവിള മുരളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നു. ഈ പി കൃഷ്ണപിള്ളയെ ചേർത്തലയ്ക്കടുത്ത് ഒരു ആയുർവേദ വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അപ്പോഴേക്ക് കൃഷ്ണപിള്ള മരിച്ചു കഴിഞ്ഞു. വാടാത്തോടൻ ഉണ്ണിപ്പിള്ള എന്നാണ് വൈദ്യൻ്റെ പേര്. ഈ ഉണ്ണിപ്പിള്ള വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ണിപ്പിള്ള വൈദ്യൻ ശിഷ്യന്മാരോട് പറയുന്നു, എടാ കുറച്ച് കഴിയുമ്പോൾ പാമ്പ് കടിയേറ്റ് മരിച്ച അല്ലെങ്കിൽ കൊന്ന ഒരാളിൻ്റെ ശവം കൊണ്ടുവരും എന്നെ കാണിക്കാനായിട്ട്. അവരെ പടിപ്പുരയ്ക്ക് പുറത്തുനിന്ന് തന്നെ പറഞ്ഞു വിട്ടോളണം. കൊന്നതാണെന്നൊന്നും നിങ്ങൾ പറയാൻ പോകണ്ട, ബട്ട് പറഞ്ഞു വിട്ടോളണം. ഉണ്ണിപ്പിള്ളയ്ക്ക് ഇതെങ്ങനെ മനസ്സിലായി? അവർക്ക് ഈ പറഞ്ഞ ഒരു ദൈവജ്ഞനെ പോലെയാണ് പഴയ ആയുർവേദ വൈദ്യന്മാരൊക്കെ. പുതിയവരിലും അതുണ്ടാവും. നമ്മളിപ്പോൾ ആയുർവേദത്തെ നമുക്ക് പുച്ഛമാണ്, നമ്മളുടെ പാരമ്പര്യത്തെ മുഴുവൻ പുച്ഛമാണ്, സമാധിയെ പുച്ഛമാണ്. പിന്നെ അവനൊരു ആരാണ് ഒരു വന്നേക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിക്കുക, ഇതൊന്നും ശരിയായ കാര്യമല്ല. ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നു, ഇപ്പോഴും നടക്കുന്നു. അതിനും ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കണ്ടേ? സംശയത്തിൻ്റെ ആനുകൂല്യം നിങ്ങളുടെ പാരമ്പര്യത്തിന് അത് കൊടുക്കാൻ തയ്യാറല്ല. ദുരൂഹത വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്. ഒരു സമാധിയും കിട്ടി, ഒരു മരണവും ഒരു ദുരൂഹതയും കിട്ടിക്കഴിഞ്ഞാൽ ചാനലുകൾക്ക് ആഘോഷിക്കാൻ പിന്നെ എന്ത് വേണം? ഏതായാലും നല്ല കാര്യം, കളക്ടർ ഇപ്പോൾ അവരുടെ നടപടി നിർത്തിവെച്ചു. ഇനി എന്നാണ് കല്ലറ പൊളിക്കാൻ പോകുന്നതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവരെ ഒട്ട് വിളിച്ച് സംസാരിച്ചിട്ടുമില്ല. ഇവരെ വിളിച്ച് പോലീസുകാർ സംസാരിക്കുന്നു. പോലീസ് ഇപ്പോഴും ഞാൻ പോലീസിനോട് ഒരു ഡിസ്റെസ്പെക്റ്റും കൂടാതെ ഞാൻ പറയട്ടെ, പോലീസിനെ ജനങ്ങൾക്ക് പേടിയാണ്. ഒരു വയസ്സായ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ കൺവിൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ത്രെട്ടനിങ് തിങ്. ഇറ്റ് ഈസ് റിയലി ത്രെട്ടനിങ്. ആ അമ്മ പേടിച്ചു പോകും. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേന് അയ്യോ. അതിരിക്കട്ടെ, അവിടുത്തെ ജനപ്രതിനിധികൾ എവിടെ? വാർഡ് മെമ്പർ എവിടെ? പഞ്ചായത്ത് പ്രസിഡൻ്റ് എവിടെ? MLA എവിടെ? ആരെയും കാണുന്നില്ല. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ കണ്ടില്ല ഇതുവരെ. അതിലൊരു ദുരൂഹതയില്ലേ? മൊത്തം ദുരൂഹതയാണ്. ആദ്യം ഈ ഡിസിഷൻ കളക്ടർ ധൃതി പിടിച്ചെടുത്തതിൻ്റെ ദുരൂഹത ആദ്യം മനസ്സിലാക്കണം. ഒരു സൈഡിൽ ഹിന്ദുക്കളാണ് എന്ന് മനസ്സിലാവുന്നു വിഷ്വൽസിൽ നിന്ന്, മറു സൈഡിൽ ആരാണ് എന്നും കൂടെ വെളിപ്പെടണം. അപ്പോൾ മാത്രമേ ഈ ഗെയിം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേസമയം നമ്മുടെ പാരമ്പര്യത്തിനെയും ഒരു ബഹുമാനത്തോടെ നമ്മൾ കാണണം. ഒരു മനുഷ്യന് സ്വന്തം മരണം, അതിൻ്റെ വഴി തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. രാമൻ സരയുവിൽ ഇറങ്ങിയാണ് അപ്രത്യക്ഷനായത്. അതിനെ നിങ്ങൾ ആത്മഹത്യ എന്ന് വിളിക്കുമോ? ഇല്ല, ജലസമാധി എന്ന് പറയും. എന്തുകൊണ്ടാണ്? അത് രാമൻ തീരുമാനിച്ച വഴിയാണ്. രാമൻ്റെ വഴിയെ വേറൊരാൾ ഗോപൻ സ്വാമി പോവുകയാണെങ്കിൽ പോകരുതെന്ന് പറയാൻ നമുക്ക് എന്താ അവകാശം? പിന്നെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയല്ലേ രാമൻ. ഇങ്ങനെ പുച്ഛിക്കുന്നതാണ് നമ്മളുടെ പ്രശ്നം. പാരമ്പര്യത്തെ മുഴുവൻ നമ്മൾ പുച്ഛിച്ച് തള്ളുകയാണ്, വലിയ ഹിന്ദുവാണെന്ന് ഭാവിക്കുകയും ചെയ്യും. ആൻഡ് വി ആർ നോട്ട് റെഡി ടു വെയിറ്റ് ഫോർ ഈവൻ 1 hour. ഇപ്പം പൊളിക്കണം, അത് സാധ്യമല്ല സർ. മൈ റിക്വസ്റ്റ് ഈസ്, അവരെ കൺവിൻസ് ചെയ്യും, ആ കുടുംബാംഗങ്ങളെ. അല്ലാതെ അയൽവക്കത്ത് പോയവരും വഴിയെ പോയവരും പറഞ്ഞ അഭിപ്രായങ്ങളല്ല. കുടുംബത്തിൽ തന്നെ പല അഭിപ്രായങ്ങൾ വരും. ബട്ട് നിയറസ്റ്റ് കിത്ത് ആൻഡ് കിൻ, മരിച്ചുപോയ ആളിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, അവരുടെ എക്സ്പ്ലനേഷൻ, ഇഫ് ദാറ്റ് എക്സ്പ്ലനേഷൻ ഈസ് സാറ്റിസ്ഫാക്ടറി, യു സ്റ്റോപ്പ് ദിസ് ഡിമോളിഷൻ. ഇതൊക്കെ മഹാപാപമാണ് ചെയ്യുന്നത്, മഹാപാപമാണ്. അവരുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കണം, അത് ക്ഷമയോടെ കേൾക്കണം. ജില്ലാ കളക്ടർ ഒരു സ്ത്രീയല്ലേ, ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് മനസ്സിലാവുമല്ലോ ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീയുടെ വേദന. സമാധിയായി ശരി, ബട്ട് മരണമാണല്ലോ. ആ മരണമല്ലേ അവരെ അഫക്റ്റ് ചെയ്യുന്നത്. വയസ്സ് എത്രയുണ്ട് അവർക്ക്? ഒരു റെസ്പെക്റ്റുമില്ലാതെ ചുമ്മാ ടി വിയിലിട്ടങ്ങ് അലക്കുകയാണ്. കുറേ വിദഗ്ധന്മാർ അങ്ങോട്ട് വന്നിട്ട് ദുരൂഹതയാണ്, കൊന്നതാര് എന്നൊക്കെ കൊലയാണെന്ന് തീരുമാനിച്ചു. ഈ നാട്ടിലെ ഒരു പൗരൻ കാണാതെ പോയിട്ട് ഇപ്പം മണിക്കൂർ എത്രയായി? ഇതാണ് ചോദ്യം. ഇനി ആ കോൺക്രീറ്റ് കല്ലറയ്ക്കുള്ളിൽ ആ മനുഷ്യൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? എങ്ങനെയും അർജൻറ്റായിട്ട് ആ കല്ലറ പൊളിക്കണം. ടു ഹെൽ വിത്ത് ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഈ ആറ്റിറ്റ്യൂഡ് ഭാരതീയമല്ല, നിയമത്തിൽ ഇതിന് പ്രൊവിഷനില്ല, ഒന്നുമില്ല. ഇത് ധിക്കാരമാണ്. ഒരു കുടുംബത്തെ എല്ലാവരും ചേർന്ന് വേട്ടയാടുന്ന ഏർപ്പാടാണ്.
അൺലെസ് ദേ ആർ ഹേർഡ്, അവരുടെ ഭാഗം കൂടെ വിസ്തരിച്ച് കേട്ടിട്ടല്ലാതെ ഇതിനൊരു തീർപ്പുണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ബ്ലോട്ട് ഓൺ ദ അഡ്മിനിസ്ട്രേഷൻ. അത് മാത്രം ഞാൻ പറയുന്നു. താങ്ക് യു.